ഹലോ ഗൈസ്, എല്ലാവർക്കും മാളുമിനു വ്ളോഗ്സിൻ്റെ ഒരു പുതിയ ട്രാവൽ വ്ളോഗിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായ ബുദാപെസ്റ്റിലാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെ കാണേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹംഗറിയുടെ തലസ്ഥാനമായ ഈ നഗരം ദാനൂബ് നദിയുടെ ഇരുകരകളിലായി സ്ഥിതി ചെയ്യുന്ന ബുദാപെസ്റ്റും എന്ന രണ്ട് ചരിത്ര നഗരങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇത് രൂപം കൊണ്ടത്. അതിമനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറുകൾ, സമ്പന്നമായിട്ടുള്ള ചരിത്രങ്ങൾ, ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള തെർമൽ ബാത്തുകൾ, രാത്രി തിളങ്ങുന്ന ദാനൂബ് നദീതീരം എന്നിവയൊക്കെയാണ് ബുദാപെസ്റ്റിന്റെ പ്രത്യേകതകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബുദാപെസ്റ്റിന്റെ ഐക്കോണായ ചെയിൻ ബ്രിഡ്ജിലാണ്. ബുദ്ധയും ഫെസ്റ്റിനെയും ആദ്യമായിട്ട് ബന്ധിപ്പിച്ച പാലമാണിത്. പാലത്തെ താങ്ങുന്ന വലിയ ചങ്ങലകൾ കാരണമാണ് ഈ പാലത്തിന് ചെയിൻ ബ്രിഡ്ജ് എന്ന പേര് വന്നത്. രാത്രിയിൽ പാലത്തിന്റെ ലൈറ്റ് എളിയുമ്പം ഇതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. പാലത്തിന്റെ ഇരുവശത്ത് നിൽക്കുന്ന സിംഹങ്ങൾക്കൊരു രസകരമായ കഥയുണ്ട്. ഇതിന് നാക്കില്ലെന്നാണ് ടൂറിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ താഴെ നോക്കുമ്പോൾ അതിന് നാക്കില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അതിന് നാക്കുണ്ട്. ഇദ്ദേഹമാണ് ഈ ചെയിൻ ബ്രിഡ്ജ് നിർമ്മിച്ചത്. നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് കാണാം. നമ്മുടെ ഇന്റർനാഷണൽ സയൻസ് അക്കാദമി പോലെ ഹംഗറിയിലെ ശാസ്ത്ര സ്ഥാപനമാണിത്. 1862 ഈ കെട്ടിടം പണിഞ്ഞത്. ഇവിടുത്തെ ടാക്സി മെട്രോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം മഞ്ഞാണ്. ജർമ്മനിയിൽ ഒരു കളിയുണ്ട്, മഞ്ഞ വണ്ടി എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ കളിച്ചു. എന്നിട്ട് ഞാൻ മാളുവിൻ്റെ പുറ അടിച്ചു പൊട്ടിച്ചു. കോണ്ടിനെന്റ് യൂറോപ്പിലെ ആദ്യത്തെ മെട്രോ ആണ് ഹംഗറിയിലെ ഈ മെട്രോ. 1896 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബുദാപെസ്റ്റിലെ ഹംഗേറിയൻ പാർലമെൻറ്റിന് മുമ്പിലാണ്. ദാനൂബ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർലമെൻറ്റ് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ പാർലമെൻറ്റുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഈ നദിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ഇതൊരു എക്സിബിഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് നോക്കിയിട്ട് വരാം. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇവരിങ്ങനത്തെ ഒരു സ്കൂളിംഗ് സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എത്ര നേരം കഴിയുമ്പോൾ ഇത് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോയി. ഇവിടെ ഹോളി ക്രൗണിനെ പറ്റി വേറൊരു എക്സിബിഷനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും കയറി. യുദ്ധകാലത്ത് ഈ കിങ് ആണെങ്കിൽ ആ ഹോളി ക്രൗൺ ആണെങ്കിൽ കൊണ്ട് ഓസ്ട്രേലിയ കുഴിച്ചിട്ട് എന്നിട്ട് US ആർമിയാണ് അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ ഡോമിൻ്റെ അടിയിൽ ആ ക്രൗൺ ആണെങ്കിൽ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ അകത്ത് നമുക്കൊരു 45 മിനിറ്റ്സ് ഗൈഡഡ് ടൂർ ഉണ്ട്. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ടൈം വേസ്റ്റ് ആവും. ഇതാണ് പാർലമെന്റിന്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ നമുക്കിങ്ങനെ ബൈക്ക് ഓടിക്കാം. അവിടെ ചിലവരാണെങ്കിൽ ഇങ്ങനെ ബൈക്ക് ടൂർ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ ഈ സ്മാരകം ബുദാപെസ്റ്റിലെ ഹൃദയസ്പർശിയായ സ്ഥലങ്ങളിലൊന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ കൊണ്ടുവരികയും അവരുടെ ഷൂ അരിക്കാൻ നിർബന്ധിക്കുകയും അത് കഴിഞ്ഞിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആ കാലത്ത് ഷൂസ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2005 ഇവർ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ സ്ഥാപിച്ചത്. ഇതാണ് യൂറോപ്പിലെ ഏറ്റവും നീളമുള്ള ദാനൂബ് റിവർ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് രാത്രിയിലെ ക്രൂയിസ് റൈഡാണ്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് സന്ദർശിക്കാൻ വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ വന്നപ്പം
നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഫോട്ടോയിൽ നിഴലൊക്കെ വന്നു. മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ബുദാപെസ്റ്റ് ചരിത്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകളെ നഗരം മാത്രമല്ല, ഫുഡ് ലവേഴ്സിന് ഒരു സ്വർഗവും കൂടിയാണ്. ഹംഗറി വന്നിട്ട് ഗുലാഷും ചിക്കൻ പാപ്രിക്കാഷും നമ്മൾ ട്രൈ ചെയ്ത് എങ്ങനെ പോകുന്നത്, ഞങ്ങൾ പിന്നെ അതും ട്രൈ ചെയ്തു. ഇത് ഞങ്ങളെ റെസ്റ്റോറൻറ്റ് കണ്ടതാട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഓർത്തു ഇത് മണിയാണ്. അത് ഞങ്ങൾ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ സ്റ്റാഫാണ് പറഞ്ഞത് ഇത് പശുവിൻ്റെ കഴുത്തിരുന്ന മണിയാണ്. ഇത് നല്ല ഭാരമുണ്ട്, പാവം പശു. ഇവിടെയും സിറ്റി ടൂർ ബസ് ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെസ്റ്റിലാണ്. നമ്മളിപ്പം ബുദ്ധയിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് കാസിനും പിന്നെ മറ്റ് അട്രാക്ഷൻസും ഉള്ളത്. ഇതാണ് ബുദ്ധ കാസിൽ ടണൽ. 1853-57 ഇത് നിർമ്മിച്ചത്. ബുദാപെസ്റ്റിലെ പ്രധാനമായ ലാൻഡ്മാർക്കിൽ ഒന്നാണ് ഈ തുരങ്കം. കാസലിലോട്ട് നമുക്ക് ഇതേ കയറി പോവാം. ഒരാൾക്ക് 13 യൂറോ ആണ്. അത് മാത്രമല്ല മേളിലോട്ട് മാത്രം പോകുന്നതിനാണ് 13 യൂറോ. തിരിച്ചു വരാൻ വേറെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് സ്കൂട്ടർ അല്ലെങ്കിൽ ഈ സ്കൂട്ടറും ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഞങ്ങളാണെങ്കിൽ ആദ്യമേ വിചാരിച്ച് ഇവിടെ എന്താ പൂവൊക്കെ ഇരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് മമ്മി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഹോളി ക്രൗണിൻ്റെ പടമാണ്. കാസിലോട്ട് ഒരു കുന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ വണ്ടി എടുത്തു. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് പിള്ളേർക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അല്ലാതെ നോർമലായിട്ട് ഒരു പേഴ്സണ് 16 യൂറോ ആണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫിഷർമാൻസ് ബാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുദാപെസ്റ്റിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. പേര് കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഫിഷർമാൻസ് ആയിട്ട് എന്തെങ്കിലും ബന്ധം കാണുമെന്ന്. പക്ഷെ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. യുദ്ധകാലത്ത് ഈ ഒരു ഗോപുരം പ്രൊട്ടക്റ്റ് ചെയ്തത് ഫിഷർമാൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനത്തെ പേര് വന്നത്. ഫിഷർമാൻസ് ബാസ്റ്റലിന് 7 ഗോപുരങ്ങളുണ്ട്. ഇവിടെ 7 ഗോപുരങ്ങളുണ്ട്. അത് ഹംഗേറിയൻ 7 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇതിൻ്റെ മുന്നിൽ കാണുന്നതാണ് മത്തേയോസ് ചർച്ച്. ഫിഷർമാൻസ് ബാസ്റ്റനിലെ മെയിൻ സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷേ ഉയർന്ന സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. ഈ ചർച്ചിൻ്റെ പുറത്ത് നിന്നാണ് നമുക്ക് സൗജന്യമാണ്. പക്ഷെ അകത്ത് കയറണമെങ്കിൽ നമുക്കൊരു ചെറിയ എൻട്രി ഫീസ് വേണം. ചർച്ച് ടവറിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് വേറെ എൻട്രി ഫീസാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചിമ്മിനി കേക്കിനെ പറ്റി അറിഞ്ഞായിരുന്നു. അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചാണ് ഇവിടുന്ന് കഴിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ 2 ഫ്ലേവറുള്ള ചിമ്മിനി കേക്ക് വാങ്ങി. പക്ഷേ ഇവിടുത്തെ ചിമ്മിനി കേക്ക് പ്രാഗിലെ പോലെ അല്ലായിരുന്നു. പ്രാഗിൽ നമുക്ക് ഐസ്ക്രീം വെച്ചാണ് തന്നത്. ഇവിടെ നമുക്ക് നോർമലായിട്ടാണ് കിട്ടുന്നത്. എനിക്കാണെങ്കിൽ പ്രാഗിലെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പരുന്തിൻ്റെ കൂടത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. പക്ഷേ ഒരു ഫോട്ടോയ്ക്ക് 10 യൂറോ ആണ്. ഈ ഫിഷർമാൻസ് ബാസ്റ്ററിൻ്റെ ചുറ്റും റെസ്റ്റോറൻറ്റുകളും ചെറിയ കടകളും ഒക്കെയാണ്. അവിടെ സുവനീർ കടകളും ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ നിന്നുള്ള ഒരു പള്ളിയുടെ അവശേഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ ടവർ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറുവാണെങ്കിൽ ബുദാപെസ്റ്റിൻ്റെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും. 2ാം ലോക മഹായുദ്ധത്തിൽ പള്ളി വില്ലി ദൂതി നശിച്ചെങ്കിലും ഈ ടവർ ഇതുപോലെ തന്നെ നിന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബുദ്ധ കാസിലാണ്. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഹംഗേറിയൻ രാജാക്കന്മാരുടെ വസതിയായിരുന്നു. പല കാലങ്ങളായി ഇത് നശിക്കുകയും വീണ്ടും പണിയും വീണ്ടും നശിക്കുകയും വീണ്ടും പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇത് ഇവിടെ പണി നടക്കൊണ്ടിരിക്കുകയാണ്.
കാസലിൻ്റെ പുറത്തൂടെ നടക്കുമ്പോഴും പിന്നെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഫീസ് ഉണ്ട്. നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇതാണ് ബുദ്ധയിലെ ഏറ്റവും ഫേമസ് ആയ ലിബർട്ടി ബ്രിഡ്ജ്. ഇത് ബുദ്ധയിലെ ഏറ്റവും സൗന്ദര്യമുള്ളതും പിന്നെ ഏറ്റവും ചെറുതുമായിട്ടുള്ള പാലമാണ്. നമ്മുടെ മമ്മൂക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു. സുവനീർ മുഖ്യമായതുകൊണ്ട് ഞങ്ങളൊരു സുവനീർ വാങ്ങി. ഞങ്ങൾ ടൂറിന് വരുന്നതിന് സുവനീർ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സുവനീർ കടകളിൽ കയറി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ചില സാധനങ്ങൾക്ക് ജർമ്മനിയേക്കാളും വില കുറവാണ്. ഇത് മാർക്കറ്റിൻ്റെ അകത്തുള്ളൊരു ചർച്ചാണ്. ഇതിൻ്റെ പേര് സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. അവളെന്ത് ചെയ്യും? പുറകെ നമ്പറുണ്ട്. നല്ല വെയിലൊക്കെ അടിച്ചല്ലേ, ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ബുദാപെസ്റ്റിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സെൻട്രൽ മാർക്കറ്റ് ഹാൾ. ലോക്കൽ ഫുഡും സൂനിയറുകൾക്കും പറ്റിയ സ്പോട്ട്. നൂറിലധികം തെർമൽ സ്പ്രിങ്സ് ഉള്ള ബുദാപെസ്റ്റിൽ ഒരു തെർമൽ ബാത്ത് എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നൈറ്റ് വ്യൂ. നല്ല രസമില്ല കാണാൻ. ഒരു ദിവസം കൊണ്ട് ബുദാപെസ്റ്റിലെ എല്ലാ മെയിൻ അട്രാക്ഷൻസും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുത്തൻ ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.